റൈറ്റ്സിലെ പാർട്ട് 2 ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ നമുക്ക് ശ്രദ്ധിക്കാം. ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് ടു ഈക്വാലിറ്റി എയിംസ് അറ്റ് ആൻ എൻഡ് ടു ഡാഷ് ഡിസ്ക്രിമിനേഷൻ. ഏതു തരത്തിലുള്ള വിവേചനത്തിന് എൻഡ് നൽകുക, അറുതി വരുത്തുക എന്നതാണ് എയിം ചെയ്യുന്നത്? സമത്വം എന്ന അവകാശം, മൗലികാവകാശം. നോക്കൂ, സാമൂഹ്യ വിവേചനത്തിന്, സോഷ്യൽ ഡിസ്ക്രിമിനേഷന് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു പണ്ട്. സാമൂഹിക വിവേചനം, മേൽത്തട്ട് കീഴ്ത്തട്ട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് അറുതി വരുത്തുക എന്ന ലക്ഷ്യം, അതാണ് എയിം ചെയ്യുന്നത്. റൈറ്റ് ടു ഈക്വാലിറ്റി എയിംസ് അറ്റ് ആൻ എൻഡ് ടു സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. 2, റൈറ്റ് ടു ഈക്വാലിറ്റി ഹാസ് ഡാഷ് കൈൻഡ്സ് ഓഫ് ഈക്വാലിറ്റീസ്. ഈ സമത്വം എന്ന അവകാശം, അതിൽ എത്ര തരം ഈക്വാലിറ്റികളാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്? 5 തരം ഈക്വാലിറ്റികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ചു മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞതേ ഉള്ളൂ. 5 തരം ഈക്വാലിറ്റി. ടൈറ്റിലുകൾ അബോളിഷ് ചെയ്യുക, അതുപോലെ അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്യുക, ഈക്വാലിറ്റി ബിഫോർ ലോ, അതുപോലെ തന്നെ നോ ഡിസ്ക്രിമിനേഷൻ എന്നിങ്ങനെയുള്ള 5 പോയിന്റുകൾ. പബ്ലിക് എംപ്ലോയ്മെന്റിലെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി, അങ്ങനെ 5 പോയിന്റുകളാണ് അവിടെ ഈക്വാലിറ്റി പറയുമ്പോൾ. മൂന്നാമത്തെ ചോദ്യം, റൈറ്റ് ടു ഡാഷ് പ്രൊവൈഡ്സ് ഫോർ ദ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അൺടച്ചബിലിറ്റി അഥവാ തൊട്ടുകൂടായ്മ അബോളിഷ് ചെയ്യുക, ഇല്ലായ്മ ചെയ്യുക, നിർമാർജനം ചെയ്യുക, അതിന് ഉള്ള വകുപ്പ് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ടു ഡാഷ് ഏതാണ്, ഏത് അവകാശത്തിലാണ് അത് നമുക്ക് പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ടു ഈക്വാലിറ്റിയിലാണ് അത് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഇല്ല. റൈറ്റ് ടു ഈക്വാലിറ്റിയിൽ ഒരു മെയിൻ പോയിന്റ് ആണ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ഇനി അതുപോലെ തന്നെ സ്റ്റേറ്റ് ക്യാൻ മേക്ക് ഡാഷ് പ്രൊവിഷൻസ് ഫോർ വുമൺ ആൻഡ് ചിൽഡ്രൻ അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. സ്ത്രീകളുടെയും കുട്ടികളുടെയും എതിരായുള്ള ചൂഷണത്തെ തടയുന്നതിന് സ്റ്റേറ്റിന് സ്പെഷ്യൽ പ്രൊവിഷൻ വേണമെങ്കിൽ ഉണ്ടാക്കാമെന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. സ്പെഷ്യൽ എന്നതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്തത്, റൈറ്റ് ടു ഈക്വാലിറ്റി എയിംസ് അറ്റ് എസ്റ്റാബ്ലിഷിംഗ് ഡാഷ് ഈക്വാലിറ്റി. റൈറ്റ് ടു ഈക്വാലിറ്റി ലക്ഷ്യമിടുന്നത് ഏതുതരം സമത്വമാണ്? റൈറ്റ് ടു ഈക്വാലിറ്റി ലക്ഷ്യമിടുന്നത് സോഷ്യൽ ഈക്വാലിറ്റി ആണ് എന്ന് നേരത്തെ നമ്മൾ ഒരു ചോദ്യത്തിൽ പറഞ്ഞ, ഒന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞ ആ ആശയം തന്നെ വീണ്ടും ചോദിച്ചിരിക്കുന്നത് മറ്റൊരു രൂപത്തിൽ. ഇനി റൈറ്റ് ടു ഫ്രീഡം എന്താണ് എന്നതാണ് രണ്ടാമത്തെ മൗലികാവകാശമാണ്. റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡം എന്താണെന്ന് നോക്കാം. ഫ്രീഡം ഈസ് ദ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രൂ ഡെമോക്രസി. ഒരു യഥാർത്ഥ ജനാധിപത്യത്തിന്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക് ആണ് ഫ്രീഡം എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോ ഈ റൈറ്റ് ടു ഫ്രീഡം നമുക്ക് പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. 6 പോയിന്റുകളായിട്ടാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന്, സംസാര സ്വാതന്ത്ര്യം, ആശയപ്രകടന സ്വാതന്ത്ര്യം. അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. സ്പീച്ച് എന്ന് പറഞ്ഞാൽ സംസാര സ്വാതന്ത്ര്യമാണ് ഫ്രീഡം ഓഫ് സ്പീച്ച്. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു കലാകാരന് ചിത്രം വരയ്ക്കാം, പാട്ട് ഒക്കെ പാടാം, സിനിമാക്കാരന് സിനിമ പിടിക്കാം. അയാളുടെ ആശയപ്രകടന രീതി എന്തോ അത് അയാൾക്ക് ഉപയോഗപ്പെടുത്താം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. 2, ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്. ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കാം, അതിന് തടസ്സമില്ല. 3, ഫ്രീഡം ടു ഫോം അസോസിയേഷൻസ് ഓർ യൂണിയൻസ്. അസോസിയേഷനുകൾ അല്ലെങ്കിൽ യൂണിയനുകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. 4, ഫ്രീഡം ടു മൂവ് ഫ്രീലി ത്രൂഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങൾക്കുള്ളിൽ സ്വതന്ത്രമായി എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. മറ്റൊന്ന്, 5-ാമത്തേത്, ഫ്രീഡം ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഭൂപ്രദേശത്തിൽ എവിടെയും താമസിക്കാനും സ്ഥിരതാമസമാക്കാനും ഒക്കെയുള്ള അവകാശം, സ്വാതന്ത്ര്യം. 6-ാമത്തേതും അവസാനത്തേതുമായ 6 തരം സ്വാതന്ത്ര്യങ്ങളാണല്ലോ പറയുക. ഈ 6-ാമത്തെ തരം എന്ന് പറയുന്നത് ഇതാണ്: എന്ത് തൊഴിലും ബിസിനസ്സും കച്ചവടവും നടത്തുന്നതിനും ഏത് പ്രൊഫഷനും പ്രാക്ടീസ് ചെയ്യുന്നതിനും ഒരു തടസ്സമില്ല. പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യാൻ ഡോക്ടർ, അഡ്വക്കേറ്റ്, എഞ്ചിനീയർ ഒക്കെ അവർ പ്രൊഫഷണലുകളാണ്. അവർ പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരാണെന്നാണ് പറയുക. അതുപോലെ തന്നെ തൊഴിലെടുക്കുന്നവർ, ഒക്കുപേഷൻ അല്ലെങ്കിൽ ട്രേഡ്, കച്ചവടക്കാർ, ബിസിനസ്, അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിന് ഉള്ള ഫ്രീഡം ഉണ്ട് എന്നുള്ളത്. ഇതിൽ ഓരോ പോയിന്റിന് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ നോക്കുക. ഒന്ന്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എങ്ങനെയാണ്, അതായത് സംസാരം, ആശയപ്രകടനം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫണ്ടമെന്റൽ റൈറ്റ്, ഫ്രീഡം എന്നത്. ദിസ് ഫ്രീഡം എൻഷുവേഴ്സ് ഫ്രീ ആൻഡ് ഫ്രാങ്ക് സ്പീച്ച്, ഡിസ്കഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഒപ്പീനിയൻസ്. നമ്മുടെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി മറ്റുള്ളവരോട് ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ്. ഇനി എന്ന് വെച്ചുകൊണ്ട് ഇതൊരിക്കലും അബ്സല്യൂട്ട് ഇല്ല. ബട്ട് ദിസ് റൈറ്റ് ഈസ് നോട്ട് ആൻ അബ്സല്യൂട്ട് റൈറ്റ്. നമുക്ക് വായിത്തോന്നി എന്തും പറയാൻ പറ്റില്ല, സമ്പൂർണതയില്ല. രാഷ്ട്രത്തിന് എതിരായിട്ടൊന്നും പറയാൻ പാടില്ല. ആശയപ്രകടന സ്വാതന്ത്ര്യം ഉണ്ട് എന്നതുകൊണ്ട്, അല്ലെങ്കിൽ സംസാര സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മുടെ ധാർമ്മികതയ്ക്ക്, മൊറാലിറ്റിയെ തകർക്കുന്ന യാതൊരു വർത്തമാനവും പറയാൻ അനുവദിക്കുന്നില്ല.
പൊതുജനങ്ങളുടെ ജീവിതക്രമത്തെ തകർക്കുന്ന, സോഷ്യൽ ഓർഡറും പബ്ലിക് ഓർഡറും തകർക്കുന്ന ഒരു കാര്യവും പറയാനായിട്ട് പറ്റില്ല. അപ്പൊ അതായത് രാഷ്ട്ര സുരക്ഷയ്ക്കെതിരായിട്ടോ രാഷ്ട്ര താല്പര്യത്തിനെതിരായിട്ടോ ഒന്നും പറയാൻ സാധിക്കില്ല. അതൊക്കെയാണ് അവിടെയൊക്കെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ആവശ്യകമായ റെസ്ട്രിക്ഷൻ നടത്താൻ സ്റ്റേറ്റിന് പവർ ഉണ്ട്. സ്റ്റേറ്റ് ഈസ് എംപവേർഡ് ടു ഇമ്പോസ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ചുമത്തുക. എംപവേർഡ് എന്ന് പറഞ്ഞാൽ അധികാരപ്പെടുത്തിയിരിക്കുന്നു, സ്റ്റേറ്റിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു ടു ഇമ്പോസ് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഓൺ ദ എക്സസൈസ് ഓഫ് ദീസ് റൈറ്റ്സ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റ്, പബ്ലിക് ഓർഡർ ആൻഡ് മൊറാലിറ്റി. ആ പോയിന്റ് കൂടെ നമ്മൾ അവിടെ പറയണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നോക്കൂ, ചിലപ്പോഴൊക്കെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാറില്ലേ? തീർച്ചയായിട്ടും നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുമ്പോഴൊക്കെ ഈ എല്ലാത്തരം ഫ്രീഡങ്ങളും സസ്പെൻഡ് ചെയ്യപ്പെടും താൽക്കാലികമായി. ഇനി എപ്പോഴാണ് അടിയന്തരാവസ്ഥ എടുത്തു മാറ്റുന്നത്? അപ്പോൾ മാത്രമേ പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറഞ്ഞിരിക്കുന്ന ഫ്രീഡങ്ങൾ ലഭ്യമാവുകയുള്ളൂ. അപ്പോ 352 വകുപ്പ് ആർട്ടിക്കിളിൽ 352 വകുപ്പ് അനുസരിച്ചിട്ട് നാഷണൽ എമർജൻസിയോ സ്റ്റേറ്റ് എമർജൻസിയോ പ്രഖ്യാപിക്കുമ്പോൾ ഈ പറയുന്ന ഫ്രീഡങ്ങളൊക്കെ റൈറ്റ് ടു ലൈഫും റൈറ്റ് ടു ലിബർട്ടിയും ഒക്കെ ഉണ്ടാകും. പക്ഷെ അവ രണ്ടും ഒഴിച്ച് ബാക്കി എല്ലാ റൈറ്റും ഓട്ടോമാറ്റിക്കലി സസ്പെൻഡഡ് ആകും എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട. നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ സംസാര സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യം ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, സമ്മേളന സ്വാതന്ത്ര്യം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സസ്പെൻഡ് ചെയ്യപ്പെടും, തൽക്കാലത്തേക്ക് ഇല്ലാതാക്കപ്പെടും എന്നർത്ഥം. ഓക്കെ, എപ്പോഴൊക്കെയാണ് ഓർക്കുക? നാഷണൽ എമർജൻസി, ദേശീയ അടിയന്തരാവസ്ഥ, സ്റ്റേറ്റ് എമർജൻസി, ഈ രണ്ട് കണ്ടീഷൻ ഉണ്ട്. All these freedoms get restored as soon as proclamation of national emergency is lifted. എപ്പോഴാണ് ഈ ദേശീയ അടിയന്തരാവസ്ഥ മാറ്റുന്നത്, ലിഫ്റ്റ് ചെയ്യപ്പെടുന്നത്, അതിനുശേഷം ഇത് പുനഃസ്ഥാപിക്കപ്പെടും എന്നുള്ളതാണ് പറഞ്ഞു വരണതിന്റെ കാര്യം. ഓക്കെ, ഇതാണ് ഈ പോയിന്റ്.